വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ മരുമകൾ പത്മജ ജീവനൊടുക്കാൻ ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പത്മജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ എൻ ഡി അപ്പച്ചന്ദ്രൻ അടക്കം ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ പഞ്ചായത്ത് മെമ്പറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇന്നലെ പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനവും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചത്. പാർട്ടി വഞ്ചിച്ചു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഇവർ ഉന്നയിച്ചത്. എന്തായാലും ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനകത്ത് ഈ എൻ എം വിജയന്റെ കടബാധ്യതകൾ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇവർ പാർട്ടിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത് പാർട്ടി നേതാക്കൾ എല്ലാവരും വഞ്ചിച്ചു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ബത്തേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഡോക്ടർമാർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നു. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യാ ശ്രമം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുജിത്ത്, എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ഇവരുടെ കടബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ധാരണയായതാണ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം ഇന്നലെ നല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനിടയിൽ ഈ പറഞ്ഞ മരുമകൾ സൂചിപ്പിച്ചിരുന്നു. ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം അലംഭാവം കാണിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമൊക്കെ ഇന്നലെ അടക്കം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇത് എന്തിന്റെ ഭാഗമായി എന്ന രീതിയിൽ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ വിലയിരുത്തി വരികയാണ്. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടന്നിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇന്നലെ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് പത്മജ ഉന്നയിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. കൈഞ്ഞരമ്പാണ് മുറിച്ചിരിക്കുന്നത്. ഇതിൽ KPCC നേതൃത്വം നൽകിയ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും അവർ തുറന്നടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. 2.5 കോടി രൂപയുടെ ബാധ്യത എൻ എം വിജയന്റെ DCC ട്രഷററായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇത് വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ ടി സിദ്ദീഖ് MLA പൂഴ്ത്തി എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം വന്നിരുന്നു. എന്തായാലും സത്യസന്ധർ ബലിയാടാവുകയാണ്. അത് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. ഈ കള്ളന്മാർ വെള്ളയും വിട്ട് നടക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ പത്മജ ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കൾ അടക്കം പ്രതികരിച്ചത് ഒരു അനുകൂലമായ രീതിയിലുള്ള നിലപാടല്ല പങ്കുവച്ചത്. അന്വേഷിക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചത്. എന്തായാലും ഇതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആശുപത്രി വൃത്തങ്ങളുമായാണ് സംസാരിച്ചത്. ആരോഗ്യനില നിരീക്ഷിച്ച് വരികയാണ്. കൈഞ്ഞരമ്പാണ് മുറിച്ചിട്ടുള്ളത്. വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് വ്യക്തമാകുന്ന വിവരം. ഇതിനുശേഷം നേരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. സുജിത്ത്, ആകെ മൊത്തം പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്. ആദ്യം ഈ പറഞ്ഞതുപോലെ നമുക്കറിയുന്ന പോലെ എൻ എം വിജയന്റെ ആത്മഹത്യ, അവിടെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ആത്മഹത്യ. തന്റെ പേരിൽ തന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തുണ്ടാക്കിയ ബാധ്യതയല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി താൻ ബലിയാടായി എന്ന ആരോപണം അടക്കം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പിന്നീട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. അപ്പോൾ KPCC അന്വേഷണം പ്രഖ്യാപിച്ചു. വീട്ടിലെത്തി നേതാക്കളടക്കം കണ്ടു. അവിടെ ഈ എൻ എം വിജയനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വലിയ ബാധ്യത, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഏറ്റെടുത്ത് വീട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ അതിലൊന്നും ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. ബാധ്യതകൾ എടുത്ത് വീട്ടിയിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. അതും സമാനമായ രീതിയിൽ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി നേതൃത്വത്തിലെ ഗ്രൂപ്പ് കലഹവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെ ആ ആത്മഹത്യ കഴിഞ്ഞ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഇവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ കടബാധ്യത തീർക്കാത്തതിൽ കുടുംബമടക്കം DCക്ക് മുമ്പിൽ പ്രതിഷേധിക്കുമെന്നൊക്കെ പത്മജ പറഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ഈ ആത്മഹത്യ. സ്വാഭാവികമായി നേതൃത്വത്തിനെതിരെ ആയിരിക്കും ആ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ആ ഒരു മനോവിഷമം അടക്കമൊക്കെ ഉന്നയിച്ചായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചായിരിക്കും നിലവിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജീവൻ രക്ഷിക്കാനാകട്ടെ. എന്നിരുന്നാലും കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയല്ലേ ഈ ഒരു ആത്മഹത്യാ ശ്രമവും? എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിക്കുന്നത്? നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ?
നിലവിൽ ഒരു പ്രതികരണത്തിനും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഈ വിവരം പുറത്തു വരുന്നത്. എന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ, അത് കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മുള്ളംകൊല്ലിയതിൽ എങ്കിൽ ഇവിടെ NM വിജയൻ DCC ട്രഷറർ ആത്മഹത്യ ചെയ്തത് പാർട്ടിക്ക് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടാണ് എന്നുള്ളത് ആക്ഷേപമാണ് പ്രധാനമായും ബന്ധുക്കളെല്ലാം തന്നെ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് KPCC സമിതി ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ സമിതിയുടെ തലവനായിരുന്നു ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ്. എന്തായാലും ഇവരിൽ നിന്നൊന്നും തന്നെ ഒരു തരത്തിലുള്ള നീതിയും ലഭിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സംസ്ഥാന നേതൃത്വം പോലും അനുകൂലമായ രീതിയിലുള്ള ഒരു നിലപാടും പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. ഇതിന്റെ എല്ലാം തന്നെ പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഘട്ടത്തിലാണ് ഇന്നലെ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആണ് ഇവർ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച പ്രതികരണത്തിന് തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം കൂടി ഉണ്ടായിരിക്കുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ശ്രമം നടന്നിരിക്കുന്നു. അത് NM വിജയന്റെ മരുമകൾ, അതായത് മകൻ വിജേഷിന്റെ ഭാര്യയാണ് പത്മജ. അവരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുള്ളംകൊല്ലിയിൽ ഗ്രൂപ്പ് പോരാണെങ്കിൽ ഇവിടെ നേരത്തെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമായി എടുക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് കാഠിന്യമേറുന്ന വിധത്തിലുള്ള പ്രതിരോധം തന്നെ ഉയരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം എന്നുള്ളത് അത് എന്താണ് ആരോഗ്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. എങ്ങനെയാണ് ആരോഗ്യാവസ്ഥ എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൈവരും. എന്തായാലും കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളാണ് ഉയരേണ്ടത്. ആ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ, അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യ, മറ്റൊരു ആത്മഹത്യാ ശ്രമം. സ്വാഭാവികമായും ജില്ലയിലെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സുഹൈൽ, സുജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യ ഒരു പ്രാദേശികമായ ഗ്രൂപ്പ് പോര്, അതിനപ്പുറത്തേക്ക് ND അപ്പച്ചനെ അവിടെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ആ സംഭവത്തിന് നേതൃത്വം നൽകിയ ആളെ കേസിൽ കൊടുക്കുന്നു. 17 ദിവസം കള്ളക്കേസിൽ അകത്താകുന്നു. ആ കേസിൽ ആരോപണ വിധേയനായ ജോസ് നിലയിടം ആത്മഹത്യ. അവിടെ ഒരു പ്രാദേശികമായ വിഷയമെന്ന് കണക്കാക്കുമ്പോൾ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ K റഫീഖ്, ഇപ്പോൾ താങ്കൾ അറിഞ്ഞതുപോലെ തന്നെ NM വിജയന്റെ മരുമകൾ ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ആകെ പ്രതിരോധത്തിലാവുകയാണ്. ഇന്നലെ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ ആത്മഹത്യയിൽ ഗുരുതരമായ ആരോപണങ്ങൾ, ഒരു നടപടിയും എടുത്തില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനൊരു ആത്മഹത്യാ ശ്രമം. വീണ്ടും പാർട്ടി പ്രതിരോധത്തിലാവുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അതീവ ഗൗരവതരമായ വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരുപാട് പേരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഓരോ ദിവസവും ഓരോ വാർത്തകൾ, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ശ്രീമതി പത്മജ വളരെ കൃത്യമായി അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് വിശദീകരിച്ചല്ലോ. ഇന്നലെയൊക്കെയായി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. അവർ പറയുന്നത് എവിടെന്നെങ്കിലും ഔദാര്യം കിട്ടുന്നതിനെ കുറിച്ചല്ല. പകരം NM വിജയൻ എന്ന് പറയുന്ന 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വായ്പാ തട്ടിപ്പിന്റെ, നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി നടത്തിയ തട്ടിപ്പിന്റെ ഇരയായിട്ടാണ് ശ്രീമാൻ NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ഭരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നു വന്നപ്പോഴാണ് അതിനെ തണുപ്പിക്കാൻ വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കുമെന്ന വാഗ്ദാനങ്ങൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയത്. പക്ഷേ അതുണ്ടായില്ല എന്നത് വളരെ കൃത്യമായി ഇന്നലെ അവർ വിശദീകരിച്ചു. ഫോൺ പോലും എടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലെ NM വിജയന്റെ കുടുംബം പോരാടുന്ന ഒരു പ്രബല വിഭാഗത്തോടാണ്. ആ കേസിൽ പ്രതിയായിരിക്കുന്നത് ഇപ്പോഴത്തെ MLA ആണ്, DC അധ്യക്ഷനാണ്. ഇതൊക്കെ അവരുടെ മുമ്പിൽ പ്രതിസന്ധിയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അത് വലിയ പ്രതിസന്ധി തീർക്കുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് പക്ഷെ അവർക്ക് പോരാടിയേ പറ്റുള്ളൂ. കാരണം അവർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കാരണം അവരെ വീട്ടിലാണ് വന്നിട്ട് ആളുകൾ പണം ചോദിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് പ്രകാരം ഉള്ള പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ NM വിജയൻ ആ നിലയിലാണല്ലോ ഇടപെട്ടത്. ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. പലരിൽ നിന്നായി പണം വാങ്ങി കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകിയതാണ്. ആ പണം ആളുകൾ വന്ന് ഇപ്പൊ ഈ കുടുംബത്തോടാണ് ചോദിക്കുന്നത്. അവർ വലിയ പ്രതിസന്ധിയിലാണ് അവരുള്ളത്. അല്ലാണ്ട് അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ പണത്തെ കുറിച്ചല്ല അവർ ചോദിക്കുന്നത്. കോൺഗ്രസ് NM വിജയൻ തിരിച്ചു നൽകേണ്ട പണത്തെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്.
അത് നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അവർക്ക് പോരാട്ടമല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. പക്ഷേ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നേതൃത്വമാകെ, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമാകെ വയനാട്ടിലെ ഈ കോൺഗ്രസിന്റെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട നേതൃത്വത്തിന് പിന്തുണ കൊടുക്കുകയാണ്. ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അത് തീർച്ചയായും ഇന്നിപ്പോ വീണ്ടും ഒരു ദാരുണമായ വാർത്തയാണ് ഇപ്പൊ കേട്ടിട്ടുള്ളത്. എന്താണ് അതിന്റെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത് എന്നെല്ലാം അവരുടെ പ്രതികരണം കൂടെ വന്നാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതീവ ഗൗരവതരമായി തന്നെയാണ് ഈ വിഷയത്തെ കാണാൻ കഴിയുക. തീർച്ചയായും അതീവ ഗൗരവകരമായ വിഷയം തന്നെയാണ്. ഇന്നലെ കെ റഫീഖ് അടക്കം പറഞ്ഞതുപോലെ തന്നെ കൊലയാളി പാർട്ടിയെ വയനാട്ടിലെ കോൺഗ്രസ് മാറിയെന്ന ആരോപണം ഈ പറഞ്ഞതുപോലെ LDF-ഉം CPM അടക്കം ഉന്നയിക്കുന്നതിനിടെ, ശക്തമാക്കുന്നതിനിടെയാണ് ഇപ്പോൾ NM വിജയന്റെ മരുമകൾ പത്മജയും ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ, നേതൃത്വത്തിലെ ഈ ഗ്രൂപ്പുകൾക്കിടെയൊക്കെ ഇത്തരത്തിൽ നേതൃത്വത്തിനെ പഴിചാരി അല്ലെങ്കിൽ നേതൃത്വത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടാകുന്ന ആദ്യം ഈ പറയുന്ന NM വിജയന്റെ ആത്മഹത്യ, മകന്റെ ആത്മഹത്യ, ഇപ്പോൾ ജോസ് നല്ലയിടത്തിന്റെ ആത്മഹത്യ ഒടുക്കം പത്മജയുടെ ആത്മഹത്യാ ശ്രമം. എന്തായാലും വയനാട്ടിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.